ஓய்வு பெற்ற பேராசிரியர் அவர்கள் டாக்டர் CMK தம்பி அவர்களை ஒரு சில வார்த்தைகள் பேச மேடை முன் அழைக்கிறேன். പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ പൊന്നോണാശംസകൾ. ഇവിടെ ശ്രീമാൻ അധ്യക്ഷൻ വത്സകുമാർ അദ്ദേഹം സ്നേഹലത റെഡ്ഡിയെപ്പറ്റി ഒരു വിവരണം തരികയുണ്ടായി. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പൊന്മനയിലെ കലാ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി പറയുകയാണ്. ഒരു ചരിത്രപരമായി പൊന്മനയിലെ കലാ സാംസ്കാരിക ചരിത്രത്തെപ്പറ്റി എനിക്കറിയാവുന്ന രീതിയിൽ ഒരു വിവരണം. ഏകദേശം ഒരു 80 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേട്ടറിവാണ്. ബന്ധുക്കളും കൂട്ടുകാരും അച്ഛനമ്മമാർ അപ്പൂപ്പന്മാർ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചില അറിവാണ്. പൊന്മന ഗ്രാമം ശരിക്കും കലാ സംസ്കാരത്തിൻ്റെ ഒരു സമ്പന്നത അല്ലെങ്കിൽ ഒരു സമ്പന്നമായ ഒരു പ്രദേശമാണ്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. അത് 1940-കളിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് 40-കളിൽ അന്ന് പൊന്മന മാത്രമല്ല ഈ ഭാഗത്തൊക്കെ വീടുകളിൽ കല്യാണം നടക്കുമ്പോൾ വീട്ടിൽ തന്നെ കല്യാണ പുര കെട്ടി കല്യാണം നടത്തുക, എന്നിട്ട് ആ പുര വെറുതെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ പുരയിൽ തന്നെ ആ ചുറ്റുഭാഗത്തുള്ള കലാകാരന്മാർ, അന്നത്തെ കലാകാരന്മാർ അവരുടേതായ ചില കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. അത് കാണാൻ ആ ചുറ്റുവട്ടാരത്തിലുള്ളവരൊക്കെ വരുന്നു. അങ്ങനെ പല കലാ സൃഷ്ടികൾ, കലാ പ്രോഗ്രാംസ് നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അല്ലാതെ ഓണമെന്നോ അല്ലെങ്കിൽ ഉത്സവം നടക്കും, പൊന്മന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കും, അതല്ലാതെ പ്രത്യേകിച്ചുള്ള പ്രോഗ്രാം ഒന്ന് ഇന്ന് കാണുന്നത് പോലെ ഇല്ല. അതിൽ ചില വ്യക്തികളെ ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. എനിക്കറിയാവുന്നത് മാത്രം, അതല്ലാതെ അറിയാവുന്നത് പലരും ഉണ്ട്. സീനിയറായിട്ടുള്ളവർക്കൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നവരും ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർ അവരുടേതായ അറിവിൽ അതിനെ ചേർത്ത് വായിക്കുക എന്ന് മാത്രം ഒരു അപേക്ഷ. അപ്പോൾ അന്നത്തെ ആൾക്കാരിൽ എനിക്ക് പറയാനുള്ളത്, മുല്ലശ്ശേരി വീട്ടിൽ അപ്പിപ്പിള്ള, അദ്ദേഹത്തിന്റെ എഴുത്തുകുത്ത് പേര് നാരായണപിള്ള. ആലുമൂട്ട് വീട്ടിൽ താണുവൻ തമ്പി, അദ്ദേഹത്തിന്റെ അച്ഛൻ, പേരെനിക്ക് ശരിക്കറിയില്ല, എന്നാലും എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം, പക്ഷെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പൊന്നുപിള്ള സാറ്, പത്തായപ്പുരയിൽ രാമകൃഷ്ണപിള്ള, പഴയ വീട്ടിൽ ചന്ദ്രശേഖരപിള്ള. പഴയ വീട്ടിൽ ചന്ദ്രശേഖരപിള്ള എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് റബ്ബർ കടയൊക്കെ ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ. ആലുമുട്ടിൽ താണുവൻ തമ്പി, അദ്ദേഹത്തിന്റെ അച്ഛൻ പൊന്നുപിള്ള സാറെന്ന് പറയുന്ന ആള് നമ്മളെ സ്നേഹലതയിൽ പ്രവർത്തിച്ചിരുന്ന രാമചന്ദ്രൻ എന്നൊരാളുണ്ടായിരുന്നു. നല്ലൊരു കലാകാരനാണ്. പിന്നെ നമ്മളെ അധ്യക്ഷൻ വത്സകുമാറിന്റെ അച്ഛന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അങ്ങനെ ഈ പൊന്നുപിള്ള സാർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹമാണ്. മുല്ലശ്ശേരി അപ്പിപ്പിള്ള എന്ന് പറയുന്നത്, മുല്ലശ്ശേരിയിലെ നാരായണപിള്ള എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ, അത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രസാദ്, മുരുകപ്രസാദിന്റെ അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ.
ഇവരൊക്കെ അന്ന് മുടി തോള് വരെ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു, മുടി കട്ടിയില്ല. കാരണം ഇതുപോലുള്ള പ്രോഗ്രാംസ് നാടകങ്ങളിൽ അഭിനയിക്കാൻ വേണ്ടി, രാജാപാർട്ടായിട്ട് അഭിനയിക്കാനും മറ്റു പല വേഷങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്ഥിരമായിട്ട് മുടി വളർത്തിയിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ ഡയലോഗല്ല, അന്ന് അവർ കവിതകൾ പാടി, പാട്ടുപാടിയായിരുന്നു നാടകങ്ങൾ അഭിനയിച്ചിരുന്നത്. അവരുടെ ഇന്ന് സംഭാഷണങ്ങളും പല മോഡുലേഷനുള്ള സംഭാഷണങ്ങളും വളരെ വൈകാരികമായിട്ടൊക്കെ ആയിരുന്നു. ഇന്ന് പല ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞു. അന്ന് അങ്ങനെയല്ല, അന്ന് പാട്ട് പാടുമായിരുന്നു, പാട്ടിൽ കൂടെ ആയിരുന്നു. അന്നത്തെ കഥകളൊക്കെ സത്യവാൻ സാവിത്രി, ഹരിചന്ദ്രൻ, പിന്നെ നളദമയന്തി, അങ്ങനെയുള്ള ഇതിവൃത്തങ്ങൾ, പഴയ പുരാണ ഇതിവൃത്തങ്ങൾ, പുരാണ കഥകളൊക്കെ ആയിരുന്നു അവർ അവതരിപ്പിച്ചിരുന്നത്. ഇതൊരു കാലഘട്ടം, അത് ഏകദേശം 70 വർഷങ്ങൾക്ക് 70-80 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ആ പാട്ടുരൂപമൊക്കെ മാറുന്നു, കാലഘട്ടം മാറുന്നു. 1970-കളിൽ 65, 70, 75, 80 കാലഘട്ടങ്ങളിൽ ഇവിടെ കലാസംഘടന ചില പേരുകളിൽ ഉണ്ടാകുന്നു, രൂപപ്പെടുന്നു. പൊന്മന കലാസമിതി, അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു 1970-ലൊക്കെയാണ്. അതിൽ പ്രവർത്തിച്ചവരുടെ ചില പേരുകൾ ഞാൻ പറയാം. അത് ഇപ്പോഴുള്ളവർക്ക് അറിയില്ല, പക്ഷെ അവരുടെ പിൻതലമുറക്കാർ പറയുമ്പോൾ ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. കരുണാകരൻ നായർ, അതാരെന്ന് പറഞ്ഞാൽ, നമ്മളെ മഴവിൽ മനോരമയിൽ ഒരു കുട്ടി ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുന്നു, ആ പേരെനിക്കറിയില്ല. ആ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ, അതായത് നമ്മളെ രമേഷ്, ചൈതന്യയിലെ രമേഷിൻ്റെ, എനിക്ക് തോന്നുന്നു അപ്പൂപ്പനാണെന്ന് തോന്നുന്നു. അപ്പൂന്ന് പറഞ്ഞാൽ അമ്മയുടെ ബന്ധത്തിൽ വരും. പിന്നെ ചന്ദ്രശേഖരൻ നായർ, എൻ്റെ അച്ഛൻ. നാരായണൻ തമ്പി, ആലുമുട്ട് വീട്ടിൽ നാരായണൻ തമ്പി, അദ്ദേഹത്തിന് നിറയെ പേർക്ക് അറിയാം. സഹദേവൻ തമ്പി, മുല്ലശ്ശേരി സഹദേവൻ തമ്പി, ഇത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. വയസ്സൊരു 96-97 വയസ്സുണ്ടാവും. വെണ്ടലി ഓടുന്ന സ്ഥലത്താണ്. പുള്ളിയുടെ ഒരു കാര്യം, ഒരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത്, അന്ന് നാടക റിഹേഴ്സലൊക്കെ നടക്കുന്നത്, ഈ പൊന്മന കലാസമിതിയുടെ നാടക റിഹേഴ്സൽ നടക്കുന്നത് ഒന്നുകിൽ നാരായണൻ തമ്പി അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും, ആലുമുട്ട് വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ. ഇവിടെ രണ്ടിടത്തുമായിരിക്കും ഈ റിഹേഴ്സൽ നടക്കുക. അപ്പോൾ ഒരു കഥാപാത്രം, അന്ന് നാടകത്തിലുണ്ടായിരുന്ന ഒരു അഭിനേതാവ് പെട്ടെന്ന് സുഖമില്ലായി വരാൻ പറ്റിയില്ല. ഒരാഴ്ചയേ ഉള്ളൂ നാടകം അവതരിപ്പിക്കണം. അപ്പോൾ പകരം ഒരാൾ വേണം. ആ കഴിവിനെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ സഹദേവൻ തമ്പി എന്ന് പറയുന്ന അദ്ദേഹം, ശരി അദ്ദേഹത്തിന് പകരം എടുക്കാം, വന്നു, സ്ക്രിപ്റ്റ് കൊടുത്തു, സ്ക്രിപ്റ്റ് വായിച്ചു, ഒരു പ്രാവശ്യം വായിച്ചുള്ളൂ. ഇനി ഞാൻ നാടകത്തിന് അന്ന് ഫൈനലായിട്ട് വരാമെന്ന് പറഞ്ഞു. അന്ന് അഭിനയിക്കാൻ വന്നു. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല, കാരണം ഇവരിലൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട ആളാണ്. ഒരു പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചു, ഒരു റിഹേഴ്സലിന് പോലും വന്നില്ല, വന്ന് നാടകം ഭംഗിയായി അവതരിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ നാരായണപിള്ള പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നാരായണപിള്ള എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഇവിടെ നമ്മളെ സ്നേഹലതയിൽ ഇന്ന് ഏറ്റവും മൂത്ത ഒരു പ്രധാനിയായിട്ട് ഇന്ന് സ്നേഹലതയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീമാൻ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൊന്മന കലാസമിതിയിൽ അംഗമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു, വളരെ പുരോഗമനമായ ഒരു ചിന്താഗതിക്കാരനായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥം ഇവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു ജംഗ്ഷനിലൊരു നാരായണപിള്ള സ്മാരകം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ എന്നറിയില്ല. അങ്ങനെ പഴയ കാലഘട്ടത്തിലെ പുരോഗമന നമ്മുടെ പുരോഗമന സാഹിത്യകാരന്മാരിൽ ഏറ്റവും മുതിർന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, എനിക്ക് ശരിക്കറിയില്ല, ഇവിടെ ഉണ്ട് ആൾക്കാരൊക്കെ. അതല്ലാതെ കിഴക്കേ വീട്ടിൽ കൃഷ്ണൻ നായർ, പിന്നെ വത്സകുമാരൻ്റെ അച്ഛൻ മാധവൻ നായർ, ഇവരെല്ലാം ഒന്ന് അഭിനയിക്കുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ അതിൽ അതിപ്പോൾ ഇത് ബോറടിക്കുന്ന കാര്യമൊന്നും ഇല്ല, പെട്ടെന്ന് പറഞ്ഞ് തീർക്കാവുന്നതാണ്. അന്ന് ആ പി കെ എസ് എന്ന് പറയുന്ന ആ കലാസമിതിയിലെ ഒരു പാട്ടിൻ്റെ 2 വരി എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം, പാടാമെന്ന് പറയുന്നില്ല, കാരണം ആ പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്:
ആയിരത്തൊന്നു കിനാവുകളിൽ ആശതൻ പൂവനം മാറിയിട്ടും ആരിവളാരിവൾ എൻ കരളിൽ മായാത്ത ബിന്ദു പോൽ വന്നു നിന്നു. ഇത് 70 വർഷങ്ങൾക്ക് മുമ്പ് 60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗാനം, അന്ന് സ്വന്തമായിട്ട് അന്ന് എഴുതിയ ഗാനമാണ്. പിന്നെ അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ PGKS എന്നൊരു സംഘടന ഉണ്ടായിരുന്നു, പൊന്മന ഗ്രാമീണ കലാസമിതി. അതായത് ലൈബ്രറി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന. അത് ഒരു കലാസംഘടന. അതിലേറ്റവും അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞത്, ഇന്ന് നമ്മൾ എരമത്ത് വീട് എന്ന് പറയുന്നു, എരമത്ത് വീട്ടിൽ സുഭാഷണൻ എന്ന് പറയും. അദ്ദേഹം ആരെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നെറ്റ് സെന്റർ ഇട്ടിരിക്കുന്നില്ലേ, മിസ്റ്റർ രാംജിത്തിന്റെ വല്യച്ഛനാണ്, അച്ഛൻ്റെ മൂത്ത ആളാണ്, നല്ലൊരു കലാകാരനാണ്. പിന്നെ കുറ്റിയാമ്പളയില് മുത്തുക്കുട്ടി ആശാരി എന്നൊരാളുണ്ടായിരുന്നു. ആ കൃഷ്ണൻകുട്ടിയാണെന്നൊക്കെ അറിയാം. പണ്ട് പൊന്മന ക്ഷേത്രത്തില് ഇന്നത്തെ പോലെ കൊടിയേറ്റത്തിന് കമുക് മുറിച്ചായിരുന്നു കൊടിയേറ്റം. കമുക് മുറിച്ചു കൊണ്ടുവന്ന് അന്ന് നിർത്തി അതിലായിരുന്നു കൊടിയേറിയിരുന്നത്. അപ്പൊ അന്ന് കമുക് മുറിക്കുന്ന ആ ചടങ്ങ് വർഷാവർഷം ചെയ്യുന്നത് മുത്തുക്കുട്ടി ആശാരിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു പഴയ ഒരു വാസ്തുശില്പിയെ പോലൊക്കെ ഇരിക്കും, കാണാനും അങ്ങനെ തന്നെ ഒരു മീശയൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. അദ്ദേഹത്തിന്റെ മകൻ മുരുകപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. ആർമിയിലിരുന്നു, ആയിരുന്നു. പിന്നെ ശേഷം പുള്ളി മരിച്ചുപോയി. അദ്ദേഹം ഈ പൊന്മന ഗ്രാമസഭയിലുണ്ടായിരുന്നു, കലാസമിതിയിൽ. പിന്നെ തോട്ടത്ത് വീട്ടിൽ മധുസൂദനൻ എന്നൊരാൾ, അദ്ദേഹവും അകാല മരണം, 20-26 വയസ്സിൽ അകാല മരണപ്പെട്ടു പോയി. നല്ലൊരു കലാകാരനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ടൊരു കയ്യെഴുത്ത് പ്രതിയൊക്കെ അന്നും ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു അദ്ദേഹം തന്നെ ഒരു കലാസമിതി തുടങ്ങി. അതിന്റെ പേര് നാടക സ്റ്റേജ് എന്നാണ് അന്ന് പേര്. നല്ലവണ്ണം എഴുതുമായിരുന്നു, അഭിനയിക്കും, നല്ല പാട്ടുപാടും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ സ്നേഹലതയിലെ അന്നത്തെ PGKSന്റെ ഏറ്റവും പ്രതിഭാശാലിയായ ഒരു കലാകാരനായിരുന്നു നമ്മുടെ പൊന്മന മോഹൻ, നടരാജപിള്ള അണ്ണാച്ചിയുടെ മകൻ പൊന്മന മോഹൻ. അദ്ദേഹത്തെ പറ്റി പ്രത്യേകം പറയാനില്ല. അദ്ദേഹം നമ്മുടെ നാട്ടിലെ പൊന്മനയിലെ വയലാറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ രചനകൾ, അതിന് ഈണം കൊടുക്കാൻ നമുക്കൊരു ദേവരചന ഉണ്ടായിരുന്നു. അത് വേറെ മറ്റാരുമല്ല, ഭാഗവതർ വിക്രമൻ നായർ. അദ്ദേഹമായിരുന്നു നമ്മുടെ ദേവരാജൻ. അദ്ദേഹത്തിന്റെ ഈണവും മോഹൻദാസിന്റെ വരികളും ആകുമ്പോൾ പാട്ട് അത്രയ്ക്ക് മനോഹരമായിരുന്നു. പക്ഷേ ഒരു കാട്ടിലെ പൂച്ചെടി പോലെ കൂടുതൽ മറ്റുള്ളവർക്ക് പുറം ലോകം അറിയാതെ പോയി. നമ്മുടെ നാട്ടിൽ മാത്രം അറിയാമെന്നുള്ള. അതിൽ ഒരുപാട് കൊണ്ട് വളരെ അർത്ഥവത്തായ പാട്ടുകൾ, വളരെ വർണ്ണനാപരമായ പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് സഹാവ് രാധാകൃഷ്ണൻ. അദ്ദേഹമില്ലെങ്കിൽ സ്നേഹതയില്ല. അപ്പോൾ സഹാവ് രാധാകൃഷ്ണൻ, സഹാവ് വിജയൻ, രാധാകൃഷ്ണന്റെ അനിയൻ, പുള്ളി അകാല മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരു നല്ല വായനക്കാരനാണ്, നല്ല കലാകാരനാണ്. പിന്നെ സഹാവ് മോഹനൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ. പിന്നെ പറയാനുള്ളത് ശശിയണ്ണൻ, പോലീസ് ശശി. നമ്മളിപ്പോൾ പറയും പോലീസ് ശശി എന്ന് പറയും. അതായത് പത്യാപ്പര ആ ഭാഗത്താണ് പോലീസ് ശശിയണ്ണൻ. പുള്ളി നല്ലൊരു കലാകാരനാണ്. അന്ന് എന്ത് എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകൾ അഭിനയിക്കാൻ വരില്ല. സ്ത്രീകൾ വന്നിട്ട് അഭിനയിക്കാൻ പോകുന്നത് തന്നെ ഒരു കുറവാണ്. അത് നാടകത്തിലും ശരി, മറ്റു സിനിമയിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉണ്ടാവില്ല. അപ്പൊ പെൺവേഷം വിട്ട് നമ്മൾ ആണുങ്ങൾ തന്നെ അഭിനയിക്കും. അതിന് ഏറ്റവും നല്ല രീതിയിൽ പെൺവേഷം വിടുന്നതിൽ കാണാൻ പെണ്ണുങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവർ 2 പേരുണ്ട്. ഒന്ന് ഈ പോലീസ് ശശി എന്ന് പറഞ്ഞ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ശ്രീമാൻ ജനാർദ്ദനൻ നായരും. അദ്ദേഹം പോസ്റ്റിലിരുന്ന് PKS എന്ന് പറയുന്ന ആദ്യത്തെ കലാസംഘടനയിൽ ഉള്ള ആളാണ്. ഇവർ 2 പേരുമാണ് സ്ത്രീ പാർട്ടിന് പ്രധാനമായിട്ട് വരുന്നവർ. അങ്ങനെ അവരുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മളെ വള്ളിക്കലവളയിൽ ശ്രീമാൻ ഭക്തവത്സലൻ തമ്പി, അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം അന്നത്തെ കാലത്ത് അഭിനയിച്ചിരുന്ന ആളാണ്. ഇതൊക്കെ ഇവരൊക്കെ PGKS എന്ന് പറയുന്ന അതായത് PGKSനും PKSനുള്ള അന്നത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, PKS എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിൽ ആശയപരമായിട്ടും ഒക്കെ ഒരു വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരു സംഘടനയാണ്. PGKS വന്നിട്ട് അന്നത്തെ സമുദായ പ്രശ്നങ്ങളെ, അന്നുള്ള സാമുദായിക പ്രശ്നങ്ങളെ, അന്ന് നാട്ടിനകത്തിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒരു ഇതിവൃത്തമായി എടുത്തുകൊണ്ട് പല കലാസൃഷ്ടികൾ നടത്തി നാട്ടിൽ സമൂഹത്തിനെ സീർതിരുത്താൻ വേണ്ടി, സമൂഹത്തിലുണ്ടാകുന്ന പല കൊള്ളരുതായ്മകളെ എടുത്തു കാണിക്കാനും അതിനെ സീർതിരുത്താനും വേണ്ടി ഉണ്ടാക്കിയ ഒരു ലക്ഷ്യത്തോടും ഉണ്ടായിട്ടുള്ള ഒരു കലാ
1972 സ്നേഹലത ആർട്സ് രൂപം കൊള്ളുന്നു. പക്ഷേ സ്നേഹലത ആർട്സ് ആയിട്ടല്ല, സ്നേഹലത കയ്യെഴുത്തു പ്രതി നമ്മളെ വായനശാല കേന്ദ്രമാക്കിക്കൊണ്ട് സ്നേഹലത കയ്യെഴുത്തു മാസിക ഉണ്ടായിരുന്നു. അപ്പോഴും തുടങ്ങി. അതിൽ പലരും പല കവിതകൾ എഴുതുക, കഥകൾ എഴുതുക, ലേഖനങ്ങൾ എഴുതുക, സമകാലിക പ്രശ്നങ്ങളെയൊക്കെ എഴുതുക, അങ്ങനെ ഉണ്ടായിരുന്നു. അത് തുടങ്ങി 2 കൊല്ലം തുടർന്നുണ്ടായിരുന്നു. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1974 സ്നേഹലത ആർട്സ് ക്ലബ്ബ് തുടങ്ങി. ഈ കയ്യെഴുത്തു പ്രതിയിലുണ്ടായിരുന്നത് വിശ്വംഭരൻ, അയന്തി വിശ്വംഭരൻ എന്ന് പറഞ്ഞാൽ അയന്തിയിൽ വിശ്വംഭരൻ എന്നൊരാളുണ്ടായിരുന്നു. പിന്നെ തിരുവള്ളൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലം നമ്മളെ ലൈബ്രറിയിലെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്താണെങ്കിൽ വളരെ മുത്തുപോലെ എഴുതുന്ന കയ്യക്ഷരമുള്ള ആളാണ്. അദ്ദേഹമായിരുന്നു ഇതൊക്കെ എഴുതുന്നത്, എഡിറ്റർ അദ്ദേഹമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം അദ്ദേഹം ചെയ്തു. പിന്നെ ജോലി കിട്ടിയതിന് ശേഷം അദ്ദേഹം പോയി. ഇപ്പോഴുണ്ട്, ആൾ ഇവിടെ ഉണ്ട്, പിന്നെ കൊല്ലംകോട്ടിലെ ആ ഭാഗത്ത് അവിടെയാണ്. അതുപോലെ എന്നിട്ട് നമ്മുടെ ആലമൂടി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, സഹവ് രാധാകൃഷ്ണൻ, മോഹൻദാസ്, സുരേന്ദ്രൻ, ജയദാസ് എന്നൊരാളാണ്. മണ്ണാരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജയദാസ് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഇല്ല, ബാലരാമപുരത്താണ് താമസം. നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പിന്നെ പ്രോഗ്രാംസും സ്നേഹലത എടുത്ത് ഒരു നാടകം തന്നെ സ്നേഹലത എടുത്തിട്ടുണ്ട്. സംഭഗ്നം എന്ന് പറയുന്ന ഒരു നാടകം ഇവിടെ കോലശ്ശേരത്ത് ഫൈൻ ആർട്സ് ക്ലബ്ബിലെ ഒരു മത്സരത്തിനൊക്കെ പോയി നമുക്ക് പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ ഒരു നാടകം ഉണ്ടായിരുന്നു. അദ്ദേഹവും വളരെ ഒരു അറിയപ്പെട്ട, നമ്മൾ ലോക്കലിലും അല്ലാതെ ഇപ്പോൾ അവിടെ അറിയുന്ന ഒരു കലാകാരനാണ്. അതുപോലെ ആൾ ഇന്ത്യ റേഡിയോയിലൊക്കെ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു, മറ്റു പല പിന്നെ മാധ്യമങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ 74 സ്നേഹലത വരുന്നു. സ്നേഹലത ഒരു സംഘടനയായിട്ട് മാറുന്നു. ആ സംഘടനയിൽ അന്നത്തെ ആദ്യകാല കലാകാരന്മാരെന്ന് പറയുമ്പോൾ തോട്ടത്തുമൂടി നാരായണൻ നായർ, മോഹൻദാസ്, സഹാവ് രാധാകൃഷ്ണൻ, പിന്നെ ഋഷീന്ദ്രൻ, ഋഷീന്ദ്രൻ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല സുഖമില്ലാതെ ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല. ഋഷീന്ദ്രൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടീമിനെയൊക്കെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ആളാണ്. ഒരു കാവൽക്കാരനെ പോലെ, ഒരു രക്ഷകർത്താവ് പോലെ ഈ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ഇരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് ഒരു പക്ഷേ സ്നേഹലതയുടെ പേരിൽ അദ്ദേഹത്തിന് എല്ലാ പിന്നെ ആരോഗ്യ ആശംസകളും നേരുന്നു. രാജു, കലാധരൻ അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളെ ഒരു സംഘടനയിലെ ഇപ്പോഴത്തെ ഒരു ഭാരവാഹിയാണ്. NS കുമാർ എന്ന് പറയുന്നത് മോഹൻദാസിൻ്റെ അനിയൻ, ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ. പിന്നെ SS കുമാർ എന്നൊരു ആളുണ്ടായിരുന്നു കിഴക്കൻ ഭാഗത്ത്. SS കുമാർ, ഈ SS കുമാർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് ഒരു കോമഡിയനായിരുന്നു. വളരെ തമാശ പറയുന്ന ആളാണ്. നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് വേദികൾ ഇവിടുന്ന് അല്ല വേറെ മറ്റിടത്ത് വേദികൾ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരു ജഗതി ശ്രീകുമാർ ആയാന്. അത്രയ്ക്ക് നല്ല രസമുള്ള ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് MN ശിവശങ്കരപ്പിള്ള. അദ്ദേഹവും ഇതുപോലെ ഈ പിന്നെ ചമയം, അതായത് ഈ പിന്നെ നമ്മൾ പിന്നെ എല്ലാവർക്കും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരനായിരുന്നു. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ SS കുമാർ നല്ലൊരു പിന്നെ കലാകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം അകാലം മരണപ്പെട്ടു പോയി. പിന്നെ ഏറ്റവും പറയേണ്ടത് നമ്മുടെ ദേവരാജൻ എന്ന് പറയുന്ന, പൊന്മല ദേവരാജൻ എന്ന് പറഞ്ഞ ഭാഗവതർ വിക്രമൻ നായർ. അദ്ദേഹത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. ഇന്നിരിക്കുന്നവർക്ക് ഏകദേശമുള്ള സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവർക്കും എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. പിന്നെ കുറുപ്പ് മണിയണ്ണൻ എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര്, എനിക്ക് ശരിക്കും അറിയില്ല. രമേഷ്, ഇവിടെ പിന്നെ പൊറ്റയിലൊരു രമേഷ് എന്നൊരു പയ്യനുണ്ടായിരുന്നു, രമേഷ്. പിന്നെ ഇതിൽ പറയാനുള്ളത് നമ്മളെ അധ്യക്ഷൻ വത്സകുമാർ. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1974 തോന്നുന്നു, 78 തോന്നുന്നു. 78 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ കയ്യെഴുത്തു പ്രതിയിൽ എഴുതി തുടങ്ങിയ ആളാണ്. അങ്ങനെ അത് ഇന്നും പൂർവാധികം ശക്തിയോടുകൂടി വളരെ എഫക്റ്റീവായിട്ട് വളരെ ജനകീയമായ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു കവിയായിട്ട് തന്നെ അദ്ദേഹത്തെ കാണാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, ഈ സ്ത്രീകളെയൊക്കെ പാർട്ടിൽ നമ്മൾ വിളിക്കുന്ന കാലഘട്ടം, നമ്മൾ സ്ത്രീ വേഷം ഇടുന്ന കാലഘട്ടം മാറിയിട്ട് സ്ത്രീകളെ നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഈ ഭാഗത്ത് നെയ്യാറ്റിൻകര പാഠശാല ആ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ അതിൽ 2 സ്ത്രീകളുടെ പേര് ഓർമ്മയുണ്ട്. ഒന്ന് കൃഷ്ണകുമാരി, പിന്നെ ഒന്ന് വെൺപകൽ വിമല. ആ വെൺപകൽ വിമല എന്ന് പറയുന്നവർ പിന്നെ അവസാന കാലഘട്ടത്തിൽ സിനിമയിലൊക്കെ അഭിനയിച്ചു, 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചു. നാടകത്തിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പ്രൊഫഷണൽ നാടകത്തിലൊക്കെ വന്നു. അങ്ങനെ ആ കാലഘട്ടം വീണ്ടും മാറുന്നു. എന്നിട്ട് സ്നേഹലത കുറച്ചുകൂടി വിപുലപ്പെട്ട്
സ്നേഹലതയുടെ പ്രോഗ്രാംസൊക്കെ സ്വന്തമായി തന്നെ നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കുക, നാടകം എഴുതി അവതരിപ്പിക്കുന്നു. അത് ബിൽപ്പാട്ട്, നവീന ബിൽപ്പാട്ട്, പണ്ടത്തെ ബിൽപ്പാട്ടെന്ന് പറയുന്നതല്ല, വളരെ നവീന ബിൽപ്പാട്ട്. അതിൽ പല കലാരൂപങ്ങളൊക്കെ ഒന്നിച്ച് ചേർത്തൊരു ഫ്യൂഷൻ എന്ന് പറയുന്നതിനെ ആ രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. നമുക്ക് പിന്നെ അതിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയമില്ല. ഈ റിഹേഴ്സലൊക്കെ നമ്മൾ അപ്പോൾ നടത്തുന്നത് ഒന്ന് കിഴക്ക് വീട്ടിൽ ശ്രീമാരൻ നായരുടെ വീട്ടിൽ വെച്ച് റിഹേഴ്സൽ നടക്കുമായിരുന്നു. അത് ചന്തയിൽ സുരേന്ദ്രൻ നായർ എന്ന് പറയുന്ന വീട്ടിൽ നടക്കും. ഇവിടെ ആയിരുന്നു സ്നേഹലതയുടെ നടന്നു. വേറെ സ്ഥലത്ത് ഉണ്ടോയെന്നല്ല, എനിക്ക് ഓർമ്മയിൽ 2 സ്ഥലത്തും നമ്മൾ റിഹേഴ്സലൊക്കെ അന്ന് നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ, പിന്നെ സ്നേഹലതയിൽ നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ എടുക്കാൻ തുടങ്ങി. കാരണം ആ കാലഘട്ടം ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ്. അത് കേരളം ഉൾപ്പെടെ, കന്യാകുമാരി ജില്ല ഉൾപ്പെടെ അന്നത്തെ സമുദായിക സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ സംഭാവനകൾ കൊണ്ട് ഒരുപാട് പിന്നെ സമുദായത്തിൽ തന്നെ ഒരുപാട്, സമൂഹത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായ കാലഘട്ടങ്ങൾ. ഈ മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാനമായി ഒരു ഊന്നുകോലായിരുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റായി ഇരുന്നത് വന്നിട്ട് അന്നത്തെ കലയാണ്. പ്രത്യേകിച്ച് നാടകങ്ങൾ, കഥാപ്രസംഗം. ഇത് രണ്ടും, കഥാപ്രസംഗം വളരെ എഫക്റ്റീവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രൊഫഷണൽ നാടകങ്ങളും കഥാപ്രസംഗം, KPSCയുടെ പ്രൊഫഷണൽ നാടകം, കഥാപ്രസംഗം, സാംബശിവൻ്റെ കഥാപ്രസംഗം, അയില ഉണ്ണികൃഷ്ണൻ്റെ കഥാപ്രസംഗം, അവരൊക്കെ ഇവിടെ നമ്മൾ വരുത്തി ഇവിടെ ചെയ്തിരുന്നു. അങ്ങനെ സ്നേഹലത ഒരുപാട് ചെയ്ത് നാട്ടുകാർക്ക് ഒരുപാട് ബോധവൽക്കരണം, സമൂഹത്തെ പറ്റിയുള്ള ബോധവൽക്കരണമൊക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അത് ഇന്ന് കഥാപ്രസംഗം ഇന്ന് ഏകദേശം അത് ഇല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും വരുന്നുവെങ്കിലും എല്ലാവരും. അതേസമയം പ്രൊഫഷണൽ നാടകങ്ങൾ ഇന്നുമുണ്ട്. പിന്നെ ഇതിന് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പല പ്രോഗ്രാംസൊക്കെ നമ്മൾ ഡൈവേഴ്സ് ചെയ്യാൻ തുടങ്ങി. അത് പല മേഖലകളിൽ നമ്മളിങ്ങനെ മാറി തുടങ്ങി. അതിന് കുറിപ്പായിട്ട് പറയുകയാണെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ, ഇതുപോലുള്ള സമ്മേളനം നടത്തുക, സ്പോർട്സ് പ്രോഗ്രാം നടത്തുന്നു, കലാപരിപാടികൾ നടത്തുന്നു, കോമ്പറ്റീഷൻ നടത്തുന്നു, സയൻസ് പ്രോഗ്രാംസ്, അത് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാംസൊക്കെ നടത്തുന്നു. പിന്നെ പല വിഴിപ്പുണർവ് പ്രോഗ്രാം, പല അവയർനെസ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. ക്വിസ് പ്രോഗ്രാം നടത്തുന്നു കുട്ടികൾക്ക്. അങ്ങനെ കുട്ടികൾക്കുള്ള, വിദ്യാർത്ഥികൾക്കുള്ള, പിന്നെ സ്ത്രീകൾക്കായിട്ടുള്ള പല പ്രോഗ്രാംസ് നമ്മളിങ്ങനെ പല ക്യാമ്പയിൻസ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഈ ആൻറ്റി ഡ്രഗിൻ്റെ, അതായത് ഒരു പിന്നെ ഈ ലഹരി വിരുദ്ധ അല്ലെ ലഹരി വിമുക്ത ഒരു ഗ്രാമമായി പൊന്മനെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പോലീസ് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 7:30 മണിക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ മെഡിക്കൽ എയ്ഡ്, പല പിന്നെ സഹായങ്ങൾ, അതായത് മെഡിക്കൽ ഫീൽഡിൽ പല സഹായങ്ങൾ ചെയ്യുക, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് ചെയ്യുക, മറ്റു പല സ്പോൺസേഴ്സൊക്കെ ഏർപ്പെടുത്തി ചെയ്യുന്ന രീതിയൊക്കെ നമ്മളിപ്പോൾ സ്നേഹലതയ്ക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ ഈ വളർച്ചയിൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ വളരെ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഇന്നത്തെ സാങ്കേതികത്വം, ഈ തൊഴിൽനുട്പം നമുക്ക് ഇന്ന് കൂടുതലുള്ളത് കൊണ്ടാണ് എല്ലാം ഈ ഡിജിറ്റലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, ലൈവായിട്ട് യൂട്യൂബിലുണ്ട് വരുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ സമ്പ്രദായങ്ങൾ വന്നു തുടങ്ങി. ദൂരെ ഇരുന്നും കാണാം. നമ്മളെ പൊന്മന നാട്ടിലുള്ളവർ പല സ്ഥലത്തും ഉണ്ടാവും. അവർക്ക് ഈ ഓണാഘോഷം നേരിട്ട് ആഘോഷിക്കുന്നത് പോലെ, കാണുന്നത് പോലെ ഒരു പ്രതീതി അവർക്ക് കിട്ടുന്നു. അത് കാരണം ഈ ടെക്നോളജി, പിന്നെ ഈ സൗണ്ട് സിസ്റ്റം, ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ കൊണ്ടുവരണമെങ്കിലും അതിനൊരുപാട് പണച്ചെലവുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നാലും നമുക്ക് പണ്ട് സ്റ്റേജിൽ പോയാൽ അല്ലെങ്കിൽ അവിടെ പോയാൽ മാത്രമേ കാണാനോ കേൾക്കാനോ പറ്റൂ എന്നുള്ള അവസ്ഥ മാറി. ഈ ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് ഇന്ന് ഇതെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ കൊണ്ടും അതുപോലെ ആൻഡ്രോയിഡ് സെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ആ ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. പിന്നെ ശാസ്ത്രം വളരുന്നത് കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അതേപോലെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഗുളിക കഴിച്ചാൽ സൈഡ് എഫക്റ്റ് വരുന്ന പോലെ ഈ ശാസ്ത്രം വളർന്നതോടുകൂടി ചില മോശമായ ചില സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതൊരു പ്രത്യേക സബ്ജക്റ്റാണ്, അതിന് കൂടുതൽ ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മളിപ്പോൾ ഈ സദ്യയൊക്കെ ഒരുക്കുന്നു, ഫീസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സ്നേഹലതയിൽ വിവിധ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെയും മറ്റുള്ള സ്പോൺസേഴ്സിൻ്റെയും സഹായത്തോടുകൂടി, പ്രത്യേകിച്ചും എടുത്തു പറയുന്ന ഇപ്പോഴിരിക്കുന്ന ഈ സംഘാടകർ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികൾ, അതിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ അശ്രാന്ത പരിശ്രമം ശ്രമിച്ച് വളരെ കഠിനമായി അധ്വാനിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. അതിലെ സാമ്പത്തിക വശത്തിന് ഇപ്പോൾ പറയുന്നില്ല, കാരണം വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു നടത്തുന്നവർക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമൊക്കെ കാണാൻ ഈ നാട്ടുകാർ വരണം, അത് കണ്ട് പ്രയോജനപ്പെടണം.
അതിൻ്റെ പേരിൽ നമ്മുടെ സംസ്കാരം, നമുക്ക് കുറച്ച് സംസ്കാരം ഒന്നും വേറൊന്നുമില്ല, നമ്മളെ ജീവിത രീതി, മെച്ചപ്പെട്ട ഒരു ജീവിതം വരണം. നമ്മൾ അപരനെ മനസ്സിലാക്കണം, അന്യനെ മനസ്സിലാക്കണം, അപരൻ്റെ ദുഃഖം അറിയണം, നമ്മളെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. കാരണം വേറെ ഒരു ജീവി, ഒരു 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 പശുവോ കാളയോ ആടോ മാടോ അതാണെങ്കിൽ പരസ്പരം പറയില്ല ഇങ്ങനെ മറ്റേ പശുവിന് സുഖമില്ല, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊന്നും അത് പറയില്ല. മനുഷ്യന്മാർ, അപ്പം മനുഷ്യനുള്ള തിരിച്ചറിവിനെ നമ്മൾ ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, കാരണം നമ്മൾ ഒരുപാടൊക്കെ അനുഭവിക്കുന്നുണ്ട്, ആ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള സാംസ്കാരിക വേദികളും ഇതുപോലെ സംഘടനകളിൽ നിന്നും, അത് ഈ സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാഘോഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പിന്നെ ഓണത്തെപ്പറ്റി, ഓണത്തിൻ്റെ ഒരു ഐതിഹ്യം പറയാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയക്കുറവ് കൊണ്ട് അടുത്ത പ്രോഗ്രാം ഇരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെയൊക്കെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ചുരുക്കമായിട്ട് മാത്രം പറയാം. ഞാൻ വേറൊന്നുമില്ല, ഈ ഓണം, അതായത് നിങ്ങളിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഓണം എവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്? സാധാരണ ഇന്ത്യയിൽ ഓണം ആഘോഷിക്കുന്ന പ്രദേശം ഏതാണ്? കേരളം അല്ലേ? ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഉത്സവം, മലയാളികളുടെ ഒരു കൊയ്ത്തിന് ആസ്പദമാക്കിയുള്ള ഒരു ഉത്സവം. അത് ഒരു അറുവടൈ തിരുനാളെന്ന് തമിഴിൽ പറയും, ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അത് ഓണമാണ്. അത് കേരളത്തിൽ നടക്കുന്നു, കന്യാകുമാരി ജില്ലയിൽ ചില ഭാഗങ്ങളിൽ. ലോകത്ത് 196 രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു. യുണൈറ്റഡ് നേഷൻ്റെ റിപ്പോർട്ട് പറയുന്നത്, 2024 റിപ്പോർട്ട് പറയുന്നത് 194 രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു എന്നാണ്. അപ്പോൾ മലയാളികളൊക്കെ എല്ലായിടത്തും, മലയാളികൾ മാത്രമല്ല, മലയാളികളോട് സഹജീവിക്കുന്ന മറ്റുള്ളവരും, കാരണം പുറത്തു പോയാൽ അറിയാം, മലയാളി മാത്രമല്ല അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, മലയാളി അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, അവരുമായിട്ട് ഓണം ആഘോഷിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടി പലയിടത്തും നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓണാഘോഷം എന്ന് പറയുന്നത് കേരളത്തിന് തനതായ ഒരു ഉത്സവമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അല്ല, ഓണാഘോഷം കേരളത്തിൻ്റെതല്ല. അത് ഈ 2300 വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ, അതായത് മധ്യകിഴക്ക് രാജ്യങ്ങളിൽ ഉള്ള രാജ്യമായ അസീറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഒരു രാജാവ് അവിടെ തുടങ്ങിയ ഒരു ആഘോഷമാണ് ഈ ഓണാഘോഷം. അവിടുത്തെ കൊയ്ത്തുകാലം കഴിഞ്ഞ ഉടനെ അവർ ജനങ്ങളൊക്കെ അതിനെ കൊണ്ടാടുന്നു, അത് ഓണാഘോഷമായി മാറുന്നു. പിന്നെ അതിനുശേഷം മധ്യ ഇന്ത്യയിൽ, ഇന്നത്തെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന, ഇന്നത്തെ മധ്യപ്രദേശ് എന്ന് പറയുന്ന മധ്യ ഇന്ത്യയിൽ അവിടുത്തെ രാജാവ് ഈ ഓണാഘോഷത്തെ കൊണ്ടാടുന്നു. എന്നിട്ട് ആ ഓണാഘോഷം ആദ്യമായിട്ട് തെക്കേ ഇന്ത്യയിൽ ഏറ്റെടുക്കുന്നത് തമിഴ്നാടാണ്, കേരളം അല്ല, തമിഴ്നാടാണ്. തമിഴ്നാട് ഭരിച്ചിരുന്ന ഏകദേശം BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട്, അതായത് 600 വർഷം തമിഴ്നാട് ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാർ, അത് ചേര രാജാക്കന്മാർ കേരളത്തിൻ്റെ വടക്കുഭാഗവും തമിഴ്നാടിൻ്റെ കൊങ്കു മണ്ഡലം എന്ന് പറയുന്ന കോയമ്പത്തൂർ ഭാഗവും ഭരിച്ചിരുന്നു. പിന്നെ തഞ്ചാവൂരും കാവേരി ഡെൽറ്റ പ്രദേശങ്ങളും ചോള രാജാക്കന്മാർ, മധുരയ്ക്ക് ഇങ്ങോട്ട് പാണ്ഡ്യ രാജാക്കന്മാർ. ഈ പാണ്ഡ്യ രാജാക്കന്മാർ മധുര ഭരിച്ചിരുന്നു. പാണ്ഡ്യ രാജാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിച്ചിരുന്നത്. ഈ ഓണം ആഘോഷിക്കുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഓണം എന്ന് പറയുന്നത് ദ്രാവിഡ വർഗം ജനങ്ങളുടെ, അല്ലെങ്കിൽ പണ്ട് അസുരന്മാരുടെ ഒരു ആഘോഷമായിരുന്നു, ദ്രാവിഡരുടെ ആഘോഷമായിരുന്നു. അതിലെ മാവേലി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സമത്വത്തിൻ്റെ, അല്ലെ സമൃദ്ധിയുടെ ഒരു പ്രതീകമായിരുന്നു. ആ സമൃദ്ധിയും സമത്വവും എവിടെ ഉണ്ടായിരുന്നു? ദ്രാവിഡന്മാർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അസുരന്മാർക്കുണ്ടായിരുന്നു. ഈ അസുരന്മാർ വളരെ ബലവാന്മാരായി മാറിയപ്പോൾ ദേവലോകത്തും വരെ ഭയന്നു. അപ്പോൾ ദേവലോകത്തിലുള്ളവർ എന്ത് ചെയ്തു? ആരെങ്കിലും വളർന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഗം വളർന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശം വളർന്നു വരികയാണെങ്കിൽ, മറ്റു പ്രദേശത്തുള്ളവർക്ക് വളരാൻ സാധിച്ചില്ലെങ്കിൽ ആ വളർന്നു വരുന്നത് നമ്മളെയും അടക്കി അവർ ആക്രമിച്ചു കളയുമോ എന്നുള്ള ഭയം കൊണ്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതുപോലെ ഇവിടെയും ഒരു തന്ത്രം ഉപയോഗിച്ചാണ് ആര്യന്മാർ മധ്യ ഏഷ്യയിൽ നിന്നും വന്ന ആര്യന്മാർ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ കുടിയേറി, വടക്ക് ഭാഗത്തെ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നില്ലേ, വടക്ക് ഭാഗത്ത് കുടിയേറി അവർ പിന്നെ തെക്കോട്ട് വരുമ്പോഴാണ് ഇവിടെ അതിനേക്കാളും ഉയർന്ന
ഒരു സംസ്കൃതി അല്ലെങ്കിൽ ഒരു സംസ്കാരം ഇവിടെ നേരത്തെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിരുന്നു ഓണം. തമിഴ്നാട്ടിലായിരുന്നു ഓണം ഏറ്റവും കൂടുതൽ. കാരണം കേരളത്തിൽ ഓണം വാമനനുണ്ടായിരുന്ന ഒരേ ഒരു ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം മാത്രമാണ്. തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്താണെന്നറിയാമോ? വെറും ഒരു സ്തൂപം മാത്രമാണ്. ഒരു സ്തൂപം. അതിനെ നമ്മൾ തമിഴിൽ പിടാരി എന്ന് പറയും. പിടാരി. ആ പിടാരി മാത്രമായിരുന്നു. അത് ഓണത്തിൻ്റെയാണ്. ഈ പിടാരി ഉള്ള ഒരു ക്ഷേത്രം കേരളത്തിൽ ഒറ്റ ക്ഷേത്രമുള്ളൂ. പക്ഷെ തമിഴ്നാട്ടിൽ നൂറ്റുകണക്കിന് ക്ഷേത്രങ്ങളിൽ ഈ പിടാരിയായിരുന്നു, സ്തൂപമായിരുന്നു നമ്മളെ വിഗ്രഹം. അപ്പോൾ ഇതങ്ങനെ വന്നു. ഓണം ആഘോഷിച്ചിരുന്നത് ഈ സ്തൂപത്തെ വെച്ചാണ്. തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്ന സ്തൂപത്തെ വെച്ച് ഓണം തൃക്കാക്കരയിൽ ആഘോഷിച്ചിരുന്നുവെങ്കിൽ അതേ സ്തൂപം ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 9 ക്ഷേത്രങ്ങൾ വളരെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. അത് ചെന്നൈയിലുണ്ട്, പിന്നെ പല്ലാവരം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, കാഞ്ചീപുരത്തുണ്ട്, തഞ്ചാവൂരിലുണ്ട്, മധുരയിലുണ്ട്, കോയമ്പത്തൂരിലുണ്ട്. അങ്ങനെ 9 വളരെ പ്രശസ്തി ആർജിച്ച വാമന ക്ഷേത്രങ്ങൾ ഉണ്ട്. ഈ സ്തൂപമാണ് അവിടുത്തെ, ഈ പിടാരിയാണ് അവിടുത്തെ വിഗ്രഹം. ആ പിടാരിയെ ആരാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്ടിലാണ് ഓണം ഏറ്റവും കൂടുതൽ അന്ന് ആഘോഷിച്ചിരുന്നത്. ഇനി തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചത് കേരളത്തിലോട്ട് അതെങ്ങനെ വന്നു? അതായത് മധുരയിൽ നിന്ന് പാണ്ഡ്യ രാജാക്കന്മാർ അല്ലെങ്കിൽ പാണ്ഡ്യന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കച്ചവടത്തിനായി കേരളത്തിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം, ഈരാറ്റുപേട്ട ഇന്ന് നമ്മൾ പറഞ്ഞു, അന്ന് അതിന് മറ്റു പേരായിരുന്നു. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റൂട്ടുണ്ടായിരുന്നു, ഒരു വഴിത്തടം ഉണ്ടായിരുന്നു. ആ വഴിത്തടം ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോവുക. അതായത് തമിഴ്നാട്ടിലുള്ള പ്രത്യേകിച്ചും മധുരയിലുള്ള തുണിത്തരങ്ങളൊക്കെ നേരെ ഈരാട്ടുപേട്ട ചന്തയിൽ കൊണ്ട് വിൽക്കുകയും ഈരാട്ടുപേട്ട ഭാഗത്തു നിന്നും, അതായത് പിന്നെ ആ ഭാഗത്ത് കോട്ടയം, പിന്നെ പത്തനംതിട്ട ഭാഗത്തുള്ള മലമ്പ്രദേശങ്ങളിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് മധുരയിൽ കൊണ്ട് വിൽക്കുക. ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. വരട്ടെ അപ്പം ഇത് മുടിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിനെ പിടിച്ചടക്കി ഒരു രാജാവ്, അന്നത്തെ ഒരു പാണ്ഡ്യ രാജാവ് കേരളത്തിൽ ഈരാട്ടുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിനെ അല്ലെങ്കിൽ ഇന്നത്തെ തൃക്കാക്കര ഭാഗത്തിനെ പിടിച്ചടക്കി അവിടെ വന്നിട്ട് ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ഓണം തീർച്ചയായിട്ടും കൊണ്ടാടിയേ പറ്റൂ എന്ന് നിർബന്ധമാക്കി. അങ്ങനെ കേരളത്തിൽ ഓണം അത് വളർന്നു. പക്ഷേ തമിഴ്നാട്ടിൽ ഓണമില്ല. എന്തുകൊണ്ടില്ല? തമിഴ്നാട്ടിൽ ഓണത്തെക്കാൾ ഓണമില്ലാത്തതിന് കാരണം ചിലപ്പതികാരത്തിൽ അതിൽ പറയുന്നുണ്ട്. ഓണമെന്നാട് എന്ന് പറയുന്ന ഓണത്തിനെ നിരോധിച്ച ഒരു കാര്യം മണിമേഖലയിൽ പറയുന്നു. അങ്ങനെ ഓണം നിരോധിക്കപ്പെട്ടു. പിന്നെ അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ ഒരുപാട് ഇഷ്ടംപോലെ അന്ന് പണ്ടികകൾ ഉണ്ടായിരുന്നു. നമ്മളിന്ന് പറയുന്ന പൊങ്കൽ, തിരുപ്പൊങ്കലുണ്ട്, പിന്നെ കാർത്തികയുണ്ട്, ആടിച്ചൂവുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും. ദീപാവലി തമിഴ്നാട്ടിൻ്റേതല്ല, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ മറ്റു ആഘോഷങ്ങളൊക്കെ വളരുകയും ഓണം അപ്പാടെ നിലയ്ക്കുകയും ഓണം കേരളം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് ഓണം കേരളം ഏറ്റെടുക്കുന്നു എന്നല്ല പറയേണ്ടത്. ഇന്ന് ഓണം കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്നൊരു ട്രേഡിന് വേണ്ടി, ഒരു വ്യാപാരത്തിന് വേണ്ടി ഓണം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും കൊലശേഖരത്തിരിക്കുന്ന അല്ലെങ്കിൽ മാർത്താണ്ഡത്തിരിക്കുന്ന നാഗലൂരിരിക്കുന്ന കച്ചവടക്കാർ പേപ്പറിലും അഡ്വർടൈസ്മെൻറ്റിലും അവർ ഓണം വരുന്നു, തള്ളുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. നമുക്ക് വേണ്ടെങ്കിൽ അവരിനി വിടില്ല. അതാണ് ഇന്നെല്ലാം ആഘോഷങ്ങൾ. ആഘോഷം എപ്പോൾ വരുന്നു കാത്തിരിക്കുകയാണ് കോടികൾ ഉണ്ടാക്കാൻ. തെറ്റല്ല, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ തരുന്നു. അവർക്ക് കച്ചവടത്തിന് വേണ്ടി അന്ന് മാറിക്കുന്നു. അങ്ങനെ ഓണത്തിൻ്റെ ഒരു സ്വഭാവം മാറി ഇന്ന് എല്ലാം കച്ചവടവൽക്കരണമായ ഒരു രീതിയിൽ പോകുന്ന ഒരു സ്ഥിതി ഇന്ന് കാണുന്നു. പിന്നെ ഇതിൽ കൂടുതൽ തൽക്കാലം വളരെ വിശിഷ്ടാതിഥി സംസാരിക്കാനിരിക്കുന്ന സ്ഥിതിക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. എൻ്റെ ഈ എളിയ വാക്കുകൾ സഹിച്ച് കേട്ട നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. ഈ അവസരം തന്ന സ്നേഹലതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.